പ്രസംഗകലയെപ്പറ്റി പഠിക്കുവാൻ എനിക്ക് സാധിച്ചു. ഞാൻ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസം ഈ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. കുറേ നാളുകളായിട്ട് സഭാകമ്പം സ്റ്റേജ് ഫെയർ മാറണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് എനിക്ക് ഈ 2 ദിവസത്തെ പ്രോഗ്രാമിൽ എനിക്ക് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് ഇന്നലെ ഒരു 7-8 പ്രാവശ്യം ഈ സ്റ്റേജിൽ കയറി നിൽക്കുവാനും മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു പേടിയുമില്ലാതെ സംസാരിക്കാൻ എനിക്ക് സാധിച്ചു. ഇന്നും പാട്ട് പാടാൻ പറ്റാത്ത എന്നെയും പാട്ട് പാടിക്കാനും ഏത് പാട്ടും എന്തും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തെളിയിക്കുകയാണ്. ഈ ബ്രൈറ്റ് അക്കാഡമി പാലക്കാട് ജില്ലയുടെ ഒരു അറ്റത്താണ്. എങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെട്ട 2 ദിവസം എനിക്ക് നല്ല സന്തോഷമുള്ളതാണ്. ഇതേപോലെയുള്ള നമ്മുടെ കുട്ടികൾക്ക് അടുത്ത കലാലയങ്ങളിൽ നമ്മളിപ്പം ഓരോ ആക്ടിവിറ്റീസുകളും നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പരിശീലിപ്പിക്കാൻ ഉണ്ട്. കരോട്ട, പിന്നീട് സ്വിമ്മിങ്, അതേപോലെ തന്നെ മ്യൂസിക്, കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പ്രസംഗകലയും അതിലൊരു സബ്ജക്റ്റാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ നിലവാരം എവിടെ വരെ എത്തും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് 2 വാക്ക് സ്റ്റേജിൽ കയറി പറയുവാനും സംസാരിക്കുവാനും ഇന്ന് എത്ര പേർക്ക് പറ്റും? അതുപോലെ ഇന്ന് 2 കുട്ടികൾ പുതിയതായിട്ട് വന്നു. അവരൊക്കെ ആദ്യം ഒന്ന് കയറി ഒരു 4 വാക്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പറയാമെന്ന് ഇറങ്ങിപ്പോയാൽ പിന്നീട് 10 മിനിറ്റ് 5 മിനിറ്റ് സംസാരിക്കാനും പാടാനും എല്ലാം ഇടവന്നു. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്, ഓരോ അവസരങ്ങളാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നാൽ പിന്നീട് നമ്മളത് ദുഃഖിക്കേണ്ടി വരും. ഇപ്പോഴും ഒരുപാട് ലേറ്റായിട്ടെങ്കിലും ഈ പ്രോഗ്രാമിന് ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ സംഘാടകർക്കും ഇതിൻ്റെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുവാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പരിസരത്തുള്ളവരൊന്നും അല്ല ഇവിടെ വരുന്നവർ, ഈ ബ്രൈറ്റ് അക്കാഡമി വരുന്നവർ. അവർ എല്ലാം ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ ദൂരം നിന്നും അടുത്ത ജില്ലകളിൽ നിന്നും, കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും ഓരോ ജില്ലകളിൽ നിന്നുമാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് പേര് തേടി വരുന്നു. ഇനിയും വീണ്ടും വീണ്ടും ഒരുപാട് പേര് ബ്രൈറ്റ് അക്കാഡമിയെ വന്ന് ഇവിടുത്തെ സാധ്യതകളെ, അവസരങ്ങളെ, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ചുകൊണ്ട് നമ്മൾ എവിടെയും സ്റ്റേജിൽ കയറി പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. എനിക്ക് ഒരിക്കലും എങ്ങനെ മറുപടി പറയണം എന്നെനിക്കറിയില്ല. വാക്കുകളിൽ ഒക്കെ ഞാൻ ഇനിയും വരുന്നുണ്ട് ഇവിടെ. ഞാൻ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇപ്പം എൻ്റെ അടുത്തിരുന്ന സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ 1-2 ദിവസം വന്ന് ഒന്ന് കണക്റ്റായിട്ട് പോകുന്ന കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കാലമെങ്കിലും ഇതിൽ തന്നെ നമുക്കിത് വേണം, നമുക്കിത് സാധിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇനിയും എനിക്ക് അതിൽ വന്ന് സംബന്ധിച്ച് കുറച്ചും കൂടെ ധൈര്യം പകരുവാനും ഇനി വരുമ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനെയും കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം നമ്മളറിഞ്ഞ സത്യങ്ങൾ, രുചിച്ചറിഞ്ഞ സത്യങ്ങൾ അത് മറ്റുള്ളവർക്കും നമ്മുടെ മക്കൾക്കും നമ്മളത് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ബ്രൈറ്റ് അക്കാഡമിയെക്കുറിച്ചും ഈ പ്രസംഗകലയെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ളത്. ഇനിയും അടുത്തതായിട്ട് ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഓരോ ജില്ലകളിലും ഓരോ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നമുക്ക് 5 പേരോ 10 പേരോ ഇവിടെ ആൾ ഒരു 10 പേരെ ഉള്ളെങ്കിലും പക്ഷെ ഒരുപാട് വ്യക്തികൾ ഇരിക്കുന്നത് പോലെ ഒരു ഫീലിംഗാണ് ഇതിനകത്ത് ഉള്ളത്. ഒന്നും നമ്മൾ ഒരു വാക്കും അറിയാതെ, ഒന്നും ഓർമ്മയില്ലാതെ
വന്നാലും ഇതിൻ്റെ പരിസരത്തങ്ങ് നോക്കിയാൽ നമുക്ക് ഒരുപാട് വാചകങ്ങൾ കിടപ്പുണ്ട്. ചിന്തിച്ച ശേഷം മാത്രമേ സംസാരിക്കാവൂ. അത് പിന്നീട് വന്ന് ദീർഘനാളത്തെ പഠനവും ഒരു നല്ല പ്രസംഗകനെ വാർത്തെടുക്കുന്നത് എല്ലാം 10 പുസ്തകങ്ങൾ വായിക്കുന്നതിന് തുല്യമാണ് ചിന്താശക്തിക്കുള്ള പ്രഭാഷകൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നത്. ഇങ്ങനെ നമ്മൾക്ക് വായിക്കാൻ, പ്രസംഗിക്കാൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ വിഷയങ്ങളുണ്ട്. പുറത്തുനിന്നൊന്നും കാണാതെ പഠിച്ചുകൊണ്ട് വരേണ്ട ആവശ്യങ്ങളുമില്ല. ഓക്കെ, ഇത്രയും കൂടുതലായി എനിക്കൊന്നും പറയുവാനില്ല. ഞാൻ അതിയായി സന്തോഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എനിക്ക് വളരെ പേടിയും പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 വട്ടം ഇങ്ങനെ കയറിയപ്പോൾ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനൊരു അക്കാഡമി അത് നല്ലൊരു ഇതാണ്. ഉപ്പയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഉപ്പ ഇവിടെ വന്ന് പ്രസംഗിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് എനിക്ക് ഇതൊന്നും കഴിയില്ല എന്ന് കരുതിയത്. പിന്നെ കാരണവർ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് പ്രസംഗിക്കാൻ ആഗ്രഹം വന്നു. അങ്ങനെ എല്ലാവർക്കും നന്ദി. ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ പലപ്പോൾ വന്നിരുന്നു. ഇപ്പം കുറച്ച് കാലമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ചില വീഡിയോകൾ എനിക്ക് കാണിച്ചു തരാറുണ്ട്. എനിക്കും എല്ലാവർക്കും എല്ലാവരും കാണിച്ചു തരാറുണ്ട് ഇവിടെ പ്രസംഗിക്കുന്ന വീഡിയോ. അങ്ങനെ ഇന്ന് ഉപ്പ അനിയനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കും വളരെ പേടിയായിരുന്നു. ഇപ്പോഴും ചെറിയ രീതിയിൽ പേടിയുണ്ടെങ്കിലും കുറേയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് മനസ്സിലേക്ക് പറയാനായിട്ട് വരുന്നുണ്ട്. അതിന് ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഈ ഓഡിയൻസായി ഇവിടെ ഇരിക്കുന്നവരോടും ഫൈസൽ സാറിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇനിയും പഠിക്കണം എന്ന് തന്നെയാണ് എനിക്കുള്ളൊരു ആഗ്രഹം. പഠിച്ച് ഇതൊരു നല്ലൊരു കലയാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. ഇനി ഭാവിയിൽ എനിക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ വരികയാണെങ്കിൽ അഥവാ പ്രസംഗിക്കാനുള്ള എന്തെങ്കിലും അവസരങ്ങൾ വരികയാണെങ്കിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ധൈര്യം ഇപ്പോഴുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരു തവണ കൂടെ കാണുന്നത് വരെ എല്ലാവരോടും നന്ദിയും നമസ്കാരവും ഞാൻ അറിയിക്കുന്നു. നന്ദി. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. സ്റ്റേജിന് മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം എന്തായാലുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാട്ട് കുറേ കാലം 7ാം ക്ലാസ്സിൽ നിന്നാലും ഞാൻ മദ്രസിൽ നിന്ന് പാടിയതാണ്. അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. പിന്നെ ഇന്നത്തെ അധ്യക്ഷ പ്രസംഗമായാലും ഒരു സ്ട്രക്ചർ നല്ല രീതിയിൽ